ഇവിടെ 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് ചെറുപയർ വേവിച്ചത്, പിന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി, 3/4 കപ്പ് തേങ്ങ, ശർക്കര 3/4 കപ്പ്, പിന്നെ ഗ്രാമ്പു, ഏലക്ക, ജീരകം എല്ലാം കൂടെ പൊടിച്ചത്. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലാക്കി മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുപയർ വേവിച്ചത് അത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ മസാല എല്ലാം കൂടെ പൊടിച്ചത്, അതായത് ഏലക്ക, ഗ്രാമ്പു, ചുക്ക് പൊടി, ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 3/4 കപ്പ് ശർക്കര പാനിയാച്ചി ഉരുക്കിയെടുത്തത് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലെല്ലാം കൂടെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കൊണ്ട് ഒരു നുള്ളു ഉപ്പ് മതി. അതും കൂടെ ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ എടുക്കണം. അത് കുറച്ച് നെയ്യ് ഇതിനകത്ത് വീണിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞതായിട്ട് കാണുന്നത്. 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി കൈ ഒന്ന് നനച്ച ശേഷം നമുക്ക് ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ ഓരോ ഉരുളകളായിട്ട് എടുക്കണം. ഇങ്ങനെ ഉരുട്ടി നല്ലതുപോലെ ഉരുട്ടിയെടുത്ത് ഇതിലോട്ട് വെച്ച് ഈ ഇലയൊന്നും വെച്ച് ചെറുതായിട്ടല്ല നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴിത് പരന്ന് കിട്ടും. അപ്പോൾ ഇത് അതുപോലെ മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ 2 കാണിക്കുന്നുള്ളൂ. ഇതുപോലെ ഉരുട്ടി വീണ്ടും വെച്ച് വീണ്ടും ഇങ്ങോട്ട് മാറ്റി ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ പരത്തിയെടുത്തതെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടില്ല. ഇതിപ്പോൾ പരത്തുന്ന അങ്ങോട്ട് വെക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇഡ്ഡലിയുടെ തട്ടിൽ ഇതുപോലെ വെച്ച് ആവിയേറ്റി വേവിക്കാം. അപ്പോഴും നമ്മൾ മിക്സഡ് ബ്രാഹ്മിൺ സട ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വൈകുന്നേരത്തെ ചായയോടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ്. കാര്യം ഷുഗറുള്ളവർക്കും കഴിക്കാൻ ചെറുപയറൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോഴാ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.